ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ അമ്മമാർക്കും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ നമ്മൾ അല്ലേ അടുക്കളയിൽ സവോള അരിഞ്ഞ് കണ്ണൊക്കെ കരഞ്ഞ് അല്ലെ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും നിങ്ങളുടെ അമ്മമാർക്ക് മേടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മളെ പീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം നമ്മളിന്ന് അതിൻ്റെ വർക്കിംഗ് ഇതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോവാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇതിൻ്റെ നമുക്ക് മൂടി ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഇതുണ്ടല്ലേ, ഇപ്പോൾ ഒരു ബ്ലേഡ് 3 ബ്ലേഡിൻ്റെ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് ഗൈസ്. ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ അരിഞ്ഞ സാധനങ്ങളെല്ലാം ശേഖരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയേക്കണ ഇതാണ് ഇത് നമുക്കിങ്ങനെ ഇതാണ് ഇതിൻ്റെ ഫങ്ഷനിങ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ സവോള അരിഞ്ഞ് കാണിക്കാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ നമ്മൾ സവോള അരിയാനൊക്കെ കുറേ സമയം എടുക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇതരിയുന്നത് വിത്തിൻ എ ഷോർട്ട് ടൈമിൽ നമ്മൾ അരിഞ്ഞ് കാണിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് 4 ഇതാക്കിയിട്ട് ചുമ്മാ കിട്ടിയേക്കുവാണ്. അങ്ങനെ നമ്മൾ 2 സവോള പടപടാന്ന് നമ്മൾ അരിയാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നോർമലി നമ്മളിത് സവോളയൊക്കെ അരിയണമെങ്കിൽ കുറേ സമയം എടുക്കാറുണ്ട് പല ആളുകളും. പിന്നെ കുറേ ആൾക്കാർക്ക് കണ്ണ് കരഞ്ഞ് കലങ്ങുക അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കേസിലേക്ക് നമ്മൾ ജസ്റ്റ് ഇത് ബ്ലേഡ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ അരിയേണ്ട സാധനങ്ങൾ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം നമ്മൾ 2 സവോളയാണ് എടുത്തേക്കണത്. 2 സവോള നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇതിൻ്റെ ഈ ഒരു മൂടി ജസ്റ്റ് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയ ലോക്കുണ്ട്, ആ ലോക്കിലേക്ക് ജസ്റ്റ് ഇടുക. അപ്പോൾ ഓക്കെ, നമ്മളതിൻ്റെ ഫംഗ്ഷൻ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ കാണുന്ന ആ ഒരു ചുമന്ന ഇതിനകത്ത് ജസ്റ്റ് പിടിച്ചൊന്ന് വലിച്ചാൽ മതി. നല്ല രീതിയിൽ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് വെച്ചിട്ട് വലിക്കും ഗൈസ്. അല്ലേ നമ്മുടെ സവോള ഉണ്ടോ അരിഞ്ഞ് നല്ല കിടുകാച്ചിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ സാധനം നമ്മൾ അരിയണമെങ്കിൽ നമ്മൾ കുറേ നേരം എടുക്കും. അല്ലെ ഇങ്ങനെ ചിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കണ്ണിൽ കണ്ണ് നീരൊക്കെ വരും. പക്ഷെ ഇതൊന്നും വേണ്ട, വിത്തിൻ എ ഷോർട്ട് ടൈമിൽ നമ്മൾ 2 ഇത് അരിഞ്ഞേക്കണം. നമുക്ക് എത്ര വേണമെങ്കിലും അരിയാം. ഞാൻ ജസ്റ്റ് നമുക്കിപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള 2 മാത്രം നമ്മൾ അരിഞ്ഞെടുത്തേക്കണം ഗൈസ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇതാണ് പീലറാണ്. ഒരു പീലറാണ്. അപ്പോൾ നമ്മൾ കത്തിയൊക്കെ വെച്ച് നമ്മളിത് ഒരു ഉരുളക്കിഴങ്ങൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ പുറം കവർ കളയാനായിട്ട് കുറച്ച് ടൈം എടുക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റുന്നതാണ് ഗൈസ്. ഇതിനൊരു ബാലൻസ് വേണം ഗൈസ്. ബാലൻസ് ഇല്ലെങ്കിൽ ഒരു കളി നടക്കില്ല. ക്യാരറ്റൊക്കെ നമ്മൾ ഇന്ന് അരിഞ്ഞു നോക്കിയിട്ട് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു റിതം നമുക്ക് കിട്ടണം. നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു സ്പീഡ് കിട്ടാതെ. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് പീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പീൽ ഓഫ് ആയിട്ട് വരുന്നതാണ് ഗൈസ്. ഉണ്ടല്ലേ, സെറ്റായി വരുന്നുണ്ട്. കാരണം നമ്മളെ ഒരു ഫ്ലോ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പരസ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കടയിലിരിക്കുന്ന ആൾക്കാർ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിത് ഇന്നലെ മേടിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ അത്ര സ്പീഡായിട്ടില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ഞാൻ കത്തിക്കൊണ്ട് അരിയിലൂടാന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കമൻറ്റ് പറയാൻ തോന്നുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് പറയാം. കുഴപ്പമില്ല, വിഷയമുള്ള കാര്യമല്ല നമുക്ക്. പക്ഷേ ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ ഗൈസ്, ഈ പ്രോഡക്റ്റ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിതുപോലെ അരിഞ്ഞ് ഇതിൻ്റെ തൊലി കളഞ്ഞ് സെറ്റാക്കി ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൈൻഡറിലിട്ടൊന്ന് ഇതുപോലെ ഇപ്പോൾ നമ്മൾ സവോള അരിഞ്ഞ പോലെ ഒന്ന് അരിഞ്ഞങ്ങ് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ സെറ്റപ്പ് സാധനമാണ് ഗൈസ്. കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
അല്ല നീ ആ മറ്റേ അരി എടുക്കണതിൻ്റെ ഇരട്ടി എടുത്താൽ മതി നീ. അരി നിലത്ത് മറ്റേ റൗണ്ടിൽ കിടക്കില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ മതി. ഏകദേശം നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ ചെറുതായിട്ടുള്ളതൊക്കെ നമ്മൾ കത്തി ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഒന്ന് വട്ടം കെട്ടിച്ച് കളയാം. അപ്പം നമ്മുടെ മുളച്ചിരിക്കണൊക്കെ അങ്ങ് പോകും ഗൈസ്. അത് നമുക്ക് ഇതിനകത്ത് വെച്ച് പറ്റില്ലാത്ത കാര്യം നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയണമല്ലോ, ശരിയല്ലേ? അതിലല്ലേ നമ്മുടെ നോ പറയേണ്ടടുത്ത് നോ പറയണമെന്ന് പറഞ്ഞ പോലെ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു, ശരിയല്ലേ? ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇതുപോലെ റൗണ്ടിൽ കത്തി ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എടുത്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ചെറിയ കത്തി സൈഡിൽ വെച്ച് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് വരും ഗൈസ്. ഓക്കെ, മറ്റേ പാത്രം കഴിയാറുന്നോടാ? പാത്രം കഴിയാറുന്നോ? നമ്മുടെ ആ റൗണ്ട് പാത്രം അതൊന്നും കന്നേരെ. അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, നല്ല പ്രൊഡക്റ്റാണ്. നമ്മളിപ്പോൾ ഈ കത്തി വെച്ചിട്ട് അരിയണേക്കാളും ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്കൊരു വലിയ പ്രൈസൊന്നുമില്ല ഗൈസ്. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഇത് എത്രയാണ് അതിൻ്റെ പ്രൈസ് ഗൈസ്? ഇതിനകത്തിൻ്റെ പ്രൈസ് കൊടുത്തിട്ടില്ല ഗൈസ്. ആ യെസ്, അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് ഒരു 2-3 പേര് നമ്മുടെ റൂമിലുണ്ട്. ഇപ്പോൾ ഒരു 4 പേരുണ്ട് നമ്മുടെ റൂമിൽ. ഇപ്പോൾ 4 പേർക്കും ഇവിടെ തികഞ്ഞില്ലെങ്കിൽ കൂടുതലായാലും നമുക്ക് നാളെയും കഴിക്കാം. പക്ഷേ തികഞ്ഞില്ലെങ്കിൽ പണി പാടില്ല. അതുകൊണ്ട് നമ്മളൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുത് 2 ഒരു ചെറുത്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം അതിൻ്റെ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ഗൈസ്. നമ്മളതിൻ്റെ ഒരു യൂസേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് സെറ്റാകാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഫ്ലോ കിട്ടാത്തത്. പക്ഷേ നമ്മളൊരു ഫ്ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കത്തി കൊണ്ട് നമ്മളിതിൻ്റെ പുറം ചിരണ്ടുന്നതിനേക്കാൾ കൂടുതൽ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്പീഡ് കിട്ടും ഗൈസ്, അത് ഞാൻ ഗ്യാരണ്ടി. ഇതൊക്കെ കുഞ്ഞു പൈസയ്ക്ക് നമുക്ക് മേടിക്കാവുന്നുള്ളൂ ഗൈസ്. നമ്മുടെ കിച്ചണിലെ നമ്മുടെ പാചകത്തിന് ഇപ്പോൾ അമ്മമാരൊക്കെ ചിലപ്പോൾ കുറേ ടൈം എടുക്കാനുണ്ടാവില്ല അരിയാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധനമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കാം. പല വീടുകളിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ചില ആളുകൾക്ക് ഇതിപ്പോഴും അറിയത്തില്ലാത്തതുണ്ടാവും. വലിയ പ്രൈസൊന്നുമില്ല, നമുക്കൊരു 350 രൂപ റേഞ്ചിൽ ഈ സാധനം കിട്ടും. ചില ഇപ്പോൾ ഓൺലൈനിൽ മറ്റേ ഓഫറുള്ള സമയമാണെങ്കിൽ അതിലും കുറഞ്ഞ് നമുക്ക് ഈ സാധനം കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ബ്ലേഡ് മാത്രമേ ഉള്ളൂ മെറ്റൽ പീസായിട്ട്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ നമുക്ക് വലിയ കോസ്റ്റൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ചെറിയൊരു കോസ്റ്റ് സാധനം നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ആണെങ്കിലും പീൽ ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, ക്യാരറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് പീൽ ചെയ്ത് വരുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ക്യാരറ്റൊക്കെ അരിയാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഗൈസ്. കാരണം നമുക്ക് നേരെ ഉള്ളതായതുകൊണ്ട് ഈ റൗണ്ടിലുള്ള നമുക്കിപ്പോൾ ഈ നമ്മുടെ ഉരുളൻകിഴങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങൾ അരിയുമ്പോഴാണ് നമുക്ക് ടൈം എടുക്കുന്നത്. പക്ഷെ നമ്മൾ ക്യാരറ്റൊക്കെ അരിയുമ്പോൾ കറക്റ്റ് തന്നെ നമുക്കത് പീൽ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അതിൻ്റെ ചേർത്ത് അതായത് എവിടെയാണോ നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളഞ്ഞത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പീൽ ചെയ്താൽ മതി, വളരെ സെറ്റപ്പായിട്ട് ഇത് പോരും. പക്ഷെ നമുക്ക് ആ ഒരു ഫ്ലോ കുറച്ച് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലിയൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ എന്തായാലും അടുക്കളയിലെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഡെയിലി പാചകമല്ലേ, അപ്പോൾ എന്തായാലും ഒരു ഫ്ലോ വരും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും. പിന്നെ ഇതിനൊന്നും വലിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കും കുറച്ച് കോസ്റ്റ് സാധനം കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം നമ്മുടെ ടൈം കുറച്ചുകൂടെ നമുക്ക് സേവ് ചെയ്യാം. അതാണ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സമയങ്ങൾ വേറെ എന്തെങ്കിലും നമ്മൾ വിനിയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്,
ഓക്കെ ഗൈസ്, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 ക്യാരറ്റ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, 3 ഉരുളക്കിഴങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 3 മുളകും കൂടെ ഉണ്ട്, അതും കൂടെ വേണമെങ്കിൽ നമ്മൾ ഈ ചെയ്തതിൻ്റെ കൂടെ അങ്ങ് ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം നമ്മുടെ സവോളയുടെ കൂടെ. അപ്പോൾ അതും കൂടെ കൂടിയൊരു മിക്സായി കിടന്നോളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ പോകും ഗൈസ്. അത്യാവശ്യം നല്ലൊരു ഈസിയാണ് ഗൈസ്. പിന്നെ നമുക്ക് പ്രസ് ചെയ്ത് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലത്തൊന്ന് ഒതുക്കി പിടിച്ചിട്ട്, ഒരു ടേബിളിൽ ഒതുക്കി പിടിച്ചിട്ട് നമ്മുടെ മുളകും കൂടെ ഇതിൻ്റെ കൂടെ അരഞ്ഞ് സെറ്റായി ചേർന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വീഡിയോ. ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് പറയുമ്പോൾ സൂപ്പർ മോം എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. ഇതുപോലെ പല പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ വലിക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇത് നമുക്ക് നേരെ മുകളിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന വേറെ സെയിം ഫങ്ഷൻ ചെയ്യുന്ന വേറെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സാധനം കിട്ടും. അതൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്ക് കടകളിൽ ചെന്ന് ചോദിച്ചാലും അവർ അടുത്തുണ്ടെങ്കിൽ തരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ടിട്ട് നമുക്ക് ബാക്കി ഒന്ന് ഉരുളൻകിഴങ്ങൊന്ന് അരിഞ്ഞു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉരുളൻകിഴങ്ങും ഇത് രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. നാനും വര പിടിക്കുത് കണ്ണാല കഥ പേസനെയും. ഭയങ്കര വലുതായിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്താണ് നമ്മൾ ജസ്റ്റ് 4ആയിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വളരെ വലിയ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണ്ടല്ലോ എന്നോർത്ത് നമ്മൾ 4ആയിട്ടൊന്ന് അരിഞ്ഞിടുവാണ്. ഓക്കെ ഗൈസ്, സോറി ഗൈസ്, 4ആയിട്ടല്ല, സൈഡിൽ കൂടെ ഒരു ഏകദേശം അരിഞ്ഞിട്ടുണ്ട്. നോക്കാം ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ സംഭവത്തിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. വലത്തെ കൈകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇടത്തെ കൈ തിരിച്ചു വരയ്ക്കാൻ നോക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനമല്ല ഇതിനകത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ സാധനം തെറിച്ച സാധനത്തിന് വഴിക്ക് വരും. കാരണം നമ്മൾ പിടുത്തം ശരിയല്ലെങ്കിൽ ഈ സാധനം തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ അറിയാം ഗൈസ്. അത്യാവശ്യം ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കുക്ക് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെറുതായിട്ട് നമുക്ക് കിട്ടിയതല്ലേ, സാധനം തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് കറി വയ്ക്കാനും എളുപ്പമായിരിക്കും. ഗൈസ്, ഇത് നിങ്ങൾ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി വെക്കുന്ന കറിയാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണമെന്നില്ല. കുറച്ചുകൂടെ അരവ് കൂടി പ്ലീസ്, അത്ര അറിയിക്കണ്ട. എല്ലാം പരീക്ഷണമല്ലേ, എല്ലാം വെച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ കുറച്ച് അരിഞ്ഞാൽ മതി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗൈസ്. നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ അരിയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീരെ കണ്ടില്ല, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, കുറച്ചുകൂടെ അരവ് കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് ഈ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. നല്ല അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് ചോദിച്ചെടുത്ത് കഴിഞ്ഞാൽ സെറ്റപ്പാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അരക്കൽ തീർന്നേക്കുവാണ് ഗൈസ്.
ഇനി 2 ക്യാരറ്റ് ഉണ്ട്, നമുക്ക് ക്യാരറ്റ് കഴിക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.